വിദ്യാഭ്യാസം, ഇൽമ് വലിയ ഫളലുള്ളതാണ്. ഇൽമ് വിദ്യാർത്ഥികളിലേക്ക് പകർന്നു കൊടുക്കുന്ന തദ്രീസ്, തഅലീം ഏറെ മഹത്വമുള്ളതാണ്. മനുഷ്യൻ്റെ ജീവിതം അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാനുള്ളതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കാൻ ഏറ്റവും ആവശ്യം ഇൽമാണ്. ആ ഇൽമ് പകർന്നു കൊടുക്കുന്നതാണ് ഒരു മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ജീവിത ലക്ഷ്യം. എങ്കിൽ മനുഷ്യജീവിതത്തെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു മിൻ അയ്യി ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു തുമ്മ സബീല യസ്റഹു. ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹു എന്ന പദപ്രയോഗം ശേഷം പറയാൻ പോകുന്ന വിഷയം വലിയ ഒരു നിഅമത്താണ് എന്നും ശുക്ർ ആവശ്യമുള്ളതാണ് എന്നും പരാമർശിക്കുന്നതാണ്. അതിനുശേഷം പറഞ്ഞ വിഷയങ്ങൾ മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യൻ്റെ ജീവിതം അസ്സബീല യസ്റഹു, ജീവിതത്തെ എളുപ്പവൽക്കരിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. മനുഷ്യജീവിതം എളുപ്പമാണെങ്കിൽ തീർച്ചയായും ഇൽമു പകർന്നു കൊടുക്കലും അത് അനുഭവിക്കലും എളുപ്പമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായ ശ്രമങ്ങൾ നടത്തിയ വിഭാഗമാണ് സുഫത്തിൻ്റെ അഹ്ലുകാർ. അങ്ങനെ കൂടുതൽ ഇൽമിന് വേണ്ടി സമയം മാറ്റിവെച്ച സ്വഹാബത്തിനെ അവരെ അതിനുശേഷം ദൗത്യത്തിന് വേണ്ടി ഇറക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞ മാർഗനിർദ്ദേശം ഇങ്ങനെയാണ്: ബശ്ശിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു. ഒരധ്യാപനം എങ്ങനെയായിരിക്കണം, പെഡഗോഗി, അധ്യാപന ശാസ്ത്രം എന്തായിരിക്കണം എന്നതിൻ്റെ ഉസൂല്, ഖവായിദ് ഇവിടെ നിന്നാണ് ഉത്ഭവിക്കേണ്ടത്. ബശ്ശിറു വലാ തുനഫിറു, യസ്സിറു വലാ തുഅസ്സിറു. അധ്യാപനം സന്തോഷം പകരുന്ന രീതിയിലാകണം. സന്തോഷം പകരുന്ന രീതിയിൽ അധ്യാപനം മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ പിന്നീട് വീണ്ടും അതിൽ നിന്ന് ആക്സിലേക്ക്, ഓപ്പോസിറ്റിലേക്ക് ചിലപ്പോഴൊക്കെ മുൻകലിബാകാൻ, ഡൈവേർട്ടഡ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം സമയത്ത് വീണ്ടും നിങ്ങൾ തബ്ശീറിലേക്ക് തിരിച്ചു വരണം. അതാണ് വലാ തുനഫിറു എന്ന വീണ്ടും ഉള്ള ഒരു പ്രയോഗത്തിൻ്റെ സൂചന എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. യസ്സിറു, എപ്പോഴും എളുപ്പവൽക്കരിക്കണം തഅലീമു തദ്രീസിനെ. എളുപ്പവൽക്കരിച്ച് മുന്നോട്ട് പോകുമ്പോഴും ചിലപ്പോൾ വീണ്ടും അത് തഅസീറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തിരിച്ച് തൈസീറിലേക്ക് തന്നെ വരണം. വലാ തുഅസ്സിറു. ഇത് അധ്യാപനത്തിലെ മർമ്മപ്രധാനമായ ഭാഗമാണ്. ആദ്യം ചില അടിസ്ഥാന തത്വങ്ങൾ സ്ഥിരപ്പെട്ടാൽ അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ എളുപ്പമാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഈ മക്കളൊക്കെ ജനിച്ചു വീഴുന്നത് ശുദ്ധപ്രകൃതത്തിലാണ്. അവരുടെ പെർമനൻ്റ് മോഡ്, അതായത് മുസ്തഖിറായ അവരുടെ ഒരു വസ്ൻ, ഉസ്ലൂബ്, അത് എപ്പോഴും എന്താണ്? അൽ ഫിത്രത്തു ത്വയ്യിബത്താണ്. നല്ല കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ലതിൻ്റെ വക്താക്കളാണ് അവർ, അസ്വാലത്തൻ, അടിസ്ഥാനപരമായി. അതേ സമയത്ത് പിന്നെ എവിടെയെങ്കിലും രക്ഷിതാക്കൾ മുഖേനയോ പരിസരത്തുള്ളവർ മുഖേനയോ ഒരു ടെമ്പററി താൽക്കാലികമായ ഒരു ഇടപെടലിൽ എവിടെയെങ്കിലും ഒരു കറ വീണിട്ടുണ്ടെങ്കിൽ അതൊരു അധ്യാപകൻ, ഒരു മുഅല്ലിം, ഒരു മുദർരിസ്, ഇലാഹിയായ നൂറുപയോഗിച്ച് ഈ മുആമലത്ത് നടത്തുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദ് ഇടപെടുമ്പോൾ അതൊക്കെ എളുപ്പം മായ്ച്ചു കളയാൻ കഴിയും എന്നതാണ് ശരി. ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇൽമു പകർന്നു കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ദഅ്വ കോളേജുകളിൽ നമ്മൾ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ആദ്യം സ്ഥിരപ്പെടേണ്ടത് ഇൽമിൻ്റെ അഹ്ലുകാർ, നോളേജ് വിങ്, അത് നമ്മളാണെന്ന തിരിച്ചറിവ് ആദ്യം ഇവരുടെ മനസ്സിൽ രൂപപ്പെടണം. മനുഷ്യ ചരിത്രം വിലയിരുത്തിയാൽ ദൈക്ഷണികമായി മനുഷ്യ സമൂഹം ഏറ്റവും കൂടുതൽ വളർന്നത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ്. ആ ഉമ്മത്തിൽ ദൈക്ഷണികമായ ചലനങ്ങൾ, മൂവ്മെൻറ്റ്,
ദൈക്ഷണികമായ ചലനങ്ങൾ അതിലേറ്റവും കൂടുതൽ നടന്നത് ഇസ്ലാമികമായ മുസ്ലിം സമൂഹത്തിലൂടെയാണ്, മുസ്ലിം അഇമ്മത്തിലൂടെയാണ്. എല്ലാ പ്രധാന അറിവിൻ്റെ ശാഖകളും ഉത്ഭവിച്ചതും വളർന്നതും നമ്മളിലൂടെയാണെന്നത് പ്രമാണസഹിതം, ദലീൽ സഹിതം നമ്മുടെ മക്കൾക്ക് ആദ്യം ബോധ്യപ്പെടണം. നമ്മുടെ ഇൽമിൻ്റെ ഒരു ഉസ്ലൂബ് നമുക്കെല്ലാവർക്കും എളുപ്പം അറിയാം. നമ്മളൊരു മീസാൻ പഠിക്കുന്ന, നഹ്വ് സർഫ് പഠിക്കുന്ന ഒരു മീസാൻ കിതാബ് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ മുസന്നഫ് നമുക്ക് മഖ്ബൂലാണ്, നമുക്ക് ഇത്തിബായിന് പറ്റും. അതേസമയത്ത് ഒരു കെമിസ്ട്രിയോ ഫിസിക്സോ ബയോളജിയോ ഒക്കെ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും അത് രചിച്ചൊരു രചയിതാവ് ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പറ്റാത്തതാണ് കൂടുതലുണ്ടാകുക. അറിവിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ശുദ്ധിയാണ്, ജീവിതത്തിലെ പുരോഗതിയാണ്, ജീവിതത്തിലെ വാല്യൂസ്, എത്തിക്സ്, മൂല്യങ്ങളാണ്. ഈ വിഷയത്തിൽ അറിവിനോട് ചേർന്ന ഏറ്റവും നല്ല ജീവിത രീതിയുള്ളവർ നമ്മുടെ ഈ ഒരു ഘടനയിലൂടെ, ഈ സ്ട്രീമിലൂടെ, ഈ സബീലിലൂടെയുള്ള ടീമിനാണതുള്ളത്. ഇനി ജീവിതത്തിൽ നിലവാരം പുലർത്തൽ, ഭൗതിക ജീവിതത്തിൽ നിലവാരം പുലർത്തൽ, നമ്മൾ ചെറുതായി ഒന്ന് ചിന്തിക്കാനും വളരാനും തീരുമാനിച്ചാൽ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ പോലും നമ്മുടെ മക്കളെ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഏതൊരു പ്രൊഫഷണലിനേക്കാളും സാമ്പത്തികമായ ഭദ്രതയുള്ളവരാക്കി മാറ്റാൻ നമുക്ക് കഴിയും. നാം പണ്ഡിതന്മാർ ആ വകയിൽ, ആ വിഷയത്തിൽ ചിന്തിക്കാൻ സന്നദ്ധമാണെങ്കിൽ. പുതിയ കാലത്ത് അതിനൊക്കെ സാധ്യതകളേറെയാണ്. ഞാൻ ആ വിഷയം ഇപ്പോൾ ഊന്നി സംസാരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, അധ്യാപനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം നമ്മുടെ റൂട്ടാണ് എല്ലാം കൊണ്ടും മഹത്വമുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടണം, നമ്മുടെ വിദ്യാർത്ഥികൾക്കത് ബോധ്യപ്പെടണം. ആദ്യം നാം ഇവരുടെ മനസ്സിലേക്ക് എത്തിക്കേണ്ടത്, ഒരു വോൾവോ കാറുണ്ടാക്കിയ ഒരു കമ്പനി ആ കാർ വാങ്ങാനുള്ള മോഹം കൂടി ജനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കണം. ഇൽമിൻ്റെ അഹ്ലുകാരായ നാം അത് പകർന്നു കൊടുക്കുന്നതിന് മുന്നേ അതിനോടുള്ളൊരു മോഹം നാം തന്നെ ഉൽപ്പാദിപ്പിക്കണം ഇവരുടെ കൽബിൽ. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ വിഷയങ്ങളിലെല്ലാം സമീപിക്കേണ്ട സമീപന രീതി എപ്പോഴും മാറാതെ പിന്തുടരണം. ബഷിറു വല തുനഫിറു, യസിറു വല തുഅസിറു. ഞാനിടക്ക് ആമുഖമായി കുറച്ച് ഒരു 2-3 മിനിറ്റ് ഒരു 5 മിനിറ്റ് സംസാരിക്കുന്നതിനിടയിൽ ബഹുമാന്യരായ ഉസ്താദുമാരോട് ഞാൻ പറയുകയാണ്, ഈ സംസാരം ശരിക്കും ഫലപ്പെടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 6 അല്ലെങ്കിൽ 8 മണിക്കൂർ ഒന്നിച്ചിരിക്കേണ്ട ഒരു മാറ്ററാണ്. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് മത്തിന് മാത്രമാണ്. മത്തിനാവുമ്പോൾ അതിൻ്റെതായ ഒരു പ്രയാസം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്, വിയോജിപ്പിന് സാധ്യത കൂടുതലാണ്. അത് കണ്ടറിഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ ഈ തദ്രീസ് മേഖലയിൽ നാം നേടുന്ന ഏറ്റവും മുഹിമായ, മേജറായ ഇഷ്യൂസ് അത് നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ നിങ്ങളെ പേന ഉപയോഗിച്ച് ഒന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഈ സംസാരിച്ച ആമുഖം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടപെട്ട് സംസാരിച്ച് മുന്നോട്ട് പോകാം, മേജറായ ഇഷ്യൂസിലൂടെ മുന്നോട്ട് പോകാം. ചുരുക്കം ചില കാര്യങ്ങളെല്ലാം മത്തിനാക്കിയിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ തദ്രീസ് കൃത്യമാണെങ്കിൽ ഏത് തലത്തിലുള്ള വിദ്യാർത്ഥി വന്നാലും ആ വിദ്യാർത്ഥി ചെറിയ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ സംവിധാനത്തിൽ ആകൃഷ്ടരാവുകയും അവർ ഇതിൻ്റെ വക്താക്കളാവുകയും ചെയ്യും. 2, ഈ പഠിപ്പിക്കുന്ന കാര്യം കൃത്യമാണെങ്കിൽ, അതായത് അധ്യാപനം എന്നത് കൃത്യമാണെങ്കിൽ അധ്യാപകനും അത് അനുഭവിക്കുന്ന മുതഅല്ലിമിനും ഒരുപോലെ സന്തോഷവും സമാധാനവും യുസുറും അനുഭവപ്പെടും. ഇതില്ലാത്ത പക്ഷം നാം ആദ്യം പരതേണ്ടത് എവിടെയാണ് തിരുത്തൽ ആവശ്യം. അധ്യാപനം കൊണ്ട് വിദ്യാർത്ഥിയിൽ ഉണ്ടാകേണ്ടത് 2 പ്രധാന നേട്ടം 2 ഭാഗമാക്കി പിരിച്ചാൽ
ഒന്ന് അക്കാദമിക് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജാമിയത്തുൽ ഹിന്ദിൻ്റെ പരീക്ഷ വരുമ്പോൾ കുട്ടികൾക്ക് ഉയർന്ന മാർക്ക് ലഭിക്കണം. ഒരു 30 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ 80% വിദ്യാർത്ഥികൾക്ക് 70-80% മാർക്ക് ലഭിച്ചാൽ നോർമൽ ആ ക്ലാസ് വിജയകരമായി മുന്നോട്ട് പോകുന്നു. ഒരു പെർഫെക്റ്റ് എന്ന് പറയാൻ കഴിയില്ല. 2, ഈ നേട്ടത്തിൻ്റെ രണ്ടാമത്തെ ജുസ്, ഒന്ന് അക്കാദമിക് ഇംപ്രൂവ്മെൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ജാമിയത്തുൽ ഹിന്ദിൻ്റെ ഈ പരീക്ഷകൾ നടന്നാൽ അവർക്ക് 80% വിദ്യാർത്ഥികൾക്ക് 70-80% മാർക്കുകൾ ലഭിക്കണം. രണ്ടാമത്തെ ജുസ് അവരുടെ തഹ്സീനുൽ ഖുലുഖ്, ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ആത്മീയ പുരോഗതി, ഇബാദാത്ത്, മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, മാതാപിതാക്കളോട്, കുടുംബത്തോട്, സമൂഹത്തോട്, അധ്യാപകരോട്, സഹപാഠികളോട്, ഇവരോടൊക്കെയുള്ള പെരുമാറ്റം. ഈ പെരുമാറ്റത്തിലും ഗണ്യമായ മാറ്റം, പുരോഗതി ഈ തദ്രീസിലൂടെ ലഭിക്കണം. തദ്രീസിലൂടെ കുട്ടികളിൽ സംഭവിക്കേണ്ട മാറ്റത്തെ 2 ജുസ് ആക്കിയാൽ, ഒന്ന് അക്കാദമിക്കൽ ഇംപ്രൂവ്മെൻറ്റ്, അതായത് അവരുടെ താലീം, അവരുടെ പഠനത്തിൽ ഇൽമിലുള്ള പുരോഗതി. രണ്ടാമത്തത് അവരുടെ തഹ്സീനുൽ ഖുലുഖ്, ഇബാദാത്ത്, മുആമലാത്തുകളിൽ, അവരുടെ ഇടപാടുകളിൽ, അവരുടെ പെരുമാറ്റങ്ങളിൽ അവരുടെ പുരോഗതി. ഈ 2 പുരോഗതി ഉണ്ടാകുമ്പോഴും അധ്യാപകൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് റൂട്ടല്ല, എവിടെയൊക്കെയോ തിരുത്തലുകൾ ആവശ്യമുണ്ട്. വിദ്യാർത്ഥി കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും എവിടെയൊക്കെയോ തിരുത്തലുകൾ ആവശ്യമുണ്ട്. ഇത് ഇങ്ങനെ നടക്കുന്നു എങ്കിൽ അതിൻ്റെ ഒരു അലാമത്താണ്, അതിൻ്റെ സിംറ്റമാണ്. ഒരു വിദ്യാർത്ഥി ലീവ് കഴിഞ്ഞ് നാട്ടിൽ പോകുന്ന ദിവസം നമുക്കെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. അന്ന് സുബഹിക്ക് ശേഷമുള്ള സമയത്ത് കുട്ടികൾക്ക് ആർക്കും ഉറക്കു തൂക്കൂല. അന്ന് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. പോകുമ്പോൾ ഉള്ളൊരു സന്തോഷം എല്ലാവർക്കും ഉണ്ടാകും. ഇതേപോലെ തിരിച്ചു വരുന്ന ദിവസം ആ വിദ്യാർത്ഥികൾക്ക് സെയിം അല്ലെങ്കിൽ ഇച്ചിരി സിയാദത്ത്, സന്തോഷവും താല്പര്യവും ഉണ്ടാകും. അതാണ് അതിൻ്റെ അലാമത്ത്. അതുണ്ടാകുന്നില്ലെങ്കിൽ എവിടെയൊക്കെയോ ഇനിയും തിരുത്തലുകൾ ആവശ്യമുണ്ട്. ആകത്തുക ഞാൻ ഇനി എത്ര സംസാരിച്ചാലും അതിൻ്റെ മബ്ലഗ് ഇവിടേക്കാണ് വരേണ്ടത്. അതായത് ട്രെയിനിങ് എന്നതിനെ നമ്മൾ താരീഫാക്കി പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പറയണമെന്നാണ്. ഏത് വിഷയമാണോ ഒരു ട്രെയിനിയെ പരിശീലിപ്പിക്കുന്നത്, ആ വിഷയം ഹാസിലാകുന്നത് വരെ, ലഭ്യമാകുന്നത് വരെ തുടരുന്ന ഇജ്റാഅത്ത്, ഇന്തിഖാലാത്ത്, പ്രോസസ്സിങ്, ഇതാണ് ട്രെയിനിങ്. അങ്ങനെ ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്ത എത്ര ഉസ്താദുമാർ ലഭ്യമാണ് എന്നത് നാം എപ്പോഴും വിലയിരുത്തേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ഒരു ട്രെയിനിങ് നടക്കാറുണ്ടോ, നടക്കേണ്ടതുണ്ടോ എന്നത് എല്ലായിടത്തും ഒരു ആലോചന നടക്കേണ്ട ഒരു പ്രധാന വിഷയമാണ്. അത് സാധ്യമാണോ? പലയിടത്തും ഈ ട്രെയിനിങ്ങിൻ്റെ വിഷയത്തിൽ ചിലപ്പോഴൊക്കെ എനിക്കൊരു പിശകാണോ എന്നറിയില്ല. എൻ്റെ ഒരു ധാരണ, ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ചില ആക്ടിവിറ്റികളാണ് സദസ്സിൽ പ്രതീക്ഷിക്കുന്നത്. ചില ബലൂണ് പൊട്ടിക്കൽ, ചില കളികൾ, ചില തുള്ളൽ, ഇതൊക്കെയാണ് പലരും പ്രധാനമായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഈ നിർവചനത്തിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അത് വളരെ അപ്രധാനമാണ്. വളരെ ഒരു ആവശ്യത്തിൽ നിന്ന് എത്രയോ ബഈദാണത്. ട്രെയിനിങ് എന്നതിനെ താരീഫാക്കി പറഞ്ഞിട്ട് അത് ലഭ്യമാകുന്നുണ്ടോ ഈ സദസ്സിനെ ട്രെയിനിങ് ആക്കുക എന്നതിന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല. കാരണം അതിൻ്റെ സമയം ഒരു മിനിമം, ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തതിൽ ഏറ്റവും ചെറിയ സമയം ഒരു 6 മണിക്കൂറാണ്. ഈ 6 മണിക്കൂറിന് മുന്നേ ഒരിക്കലും നമ്മുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ കൂടെ സബ് കോൺഷ്യസ് കൂടെ വരാറില്ല. 1-2 മണിക്കൂറുകളൊക്കെ നാം എടുക്കുന്ന ഈ സമയമെടുത്ത് നടത്തുന്ന ഈ കമ്മ്യൂണിക്കേഷൻ,
ഈ കമ്മ്യൂണിക്കേഷൻ്റെ റേഞ്ച് അത് വളരെ സഡൻ, പെട്ടെന്ന് റിട്ടേൺ അടിച്ച് തിരിച്ചു പോകും. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് ഒരുപാട് കൺവെർസേഷൻ മുഹാവറകളിലൂടെ സ്ഥിരപ്പെട്ട് അത് ലേണിംഗ് മെറ്റീരിയൽ ആകേണ്ടത് തന്നെ എന്താണെന്നറിയോ, നമ്മുടെ റിയൽ എക്സ്പീരിയൻസ് ആണ്. ഉദാഹരണത്തിന് എൻ്റെ സദസ്സിൽ നിന്നൊരാൾ എന്നോട് ചോദിക്കുകയാണ്, കുട്ടികൾ നല്ല അച്ചടക്കമുള്ളവരാകാൻ എന്താ ചെയ്യേണ്ടത്? അതൊരു സാങ്കല്പിക ചോദ്യമാണ്. കുട്ടികളിലെ മൊബൈൽ ഉപയോഗത്തിന് മാറ്റം വരാൻ എന്താ ചെയ്യേണ്ടത്? സാങ്കല്പിക ചോദ്യമാണ്. അതിൻ്റെ യഥാർത്ഥ റിയൽ എക്സ്പീരിയൻസ്, യഥാർത്ഥ ഹഖീഖിയായ നമ്മുടെ വിജ്ദാൻ അനുഭവങ്ങൾ, ആ അനുഭവങ്ങളാകുന്ന രൂപം എങ്ങനെയാണ്? ഒരു സദ് പറയുന്നു, എൻ്റെ ക്ലാസ് ഇന്ന ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ പേരും അഡ്രസ്സും വേണമെന്നില്ല, പക്ഷെ മുഅയ്യനായ ആ കുട്ടി, ആ പെർട്ടിക്കുലർ പേഴ്സൺ, ആ ആള് നമ്മുടെ ദിഹ്നിൽ വേണം. അയാളെ വെച്ച് ചോദ്യം വരണം. ഇയാളിൽ ഞാൻ ഇന്നതാണ് ചെയ്തത്, ഞാൻ കണ്ട പ്രശ്നം ഇന്നതാണ്, ഇവിടെ എന്ത് ചെയ്യണം? ഇത് ഒരു ചർച്ച വരുമ്പോഴാണ് അതെന്തായി മാറുന്നത്? ട്രെയിനിങ് മോഡായി മാറുന്നത്. റിയൽ എക്സ്പീരിയൻസ്, ശരിയായ അനുഭവം. ഈ ശരിയായ അനുഭവം മുന്നിൽ വെച്ച് അത് പഠന വിഷയമാക്കിയിട്ട് ചർച്ച നടക്കുമ്പോഴാണ് ചർച്ചയ്ക്ക് ഫലം കാണുന്നത്. അല്ലെങ്കിൽ ഞാനൊരു മറുപടി പറഞ്ഞാൽ അതിന് മറ്റൊരു ചോദ്യമോ അല്ലെങ്കിൽ മറ്റൊരു കാഴ്ചപ്പാടോ എൻ്റെ ചോദ്യകർത്താവിന് പറയാനുണ്ടാകും. അത് കേവലം ഒരു വാചിക സംവാദമായി മാറുകയല്ലാതെ യഥാർത്ഥത്തിൽ നടക്കുമോ ഇല്ലയോ എന്ന് തീരുമാനമാകാൻ സാധ്യത കുറവാണ്. ഇതുകൊണ്ട് ലേണിംഗ് എങ്ങനെ നടക്കണം, ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് ഇത്രയും പറഞ്ഞതിൽ എൻ്റെ ബഹുമാന്യരായ സദസ്യർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇനി നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് ചെയ്യുക. അതെന്താ ആരും ചോദിക്കാത്തതെന്ന് ഞാൻ ചോദിക്കൂല, കാരണം എൻ്റെ സദസ്യർ അത്രയും ഉന്നതരാണ്. സദസ്സിലിരിക്കുന്ന നമ്മുടെ മസ്ഊലിയത്താണ് ഇനി നാം അഡ്രസ്സ് ചെയ്യുന്ന നമ്മുടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിലെ പ്രധാന പ്രശ്നങ്ങൾ ചർച്ചയാക്കുക, അത് ചർച്ചയ്ക്ക് കൊണ്ടുവരിക എന്നത് എൻ്റെ സദസ്സിൻ്റെ ഉത്തരവാദിത്വമായി ഞാൻ ഏൽപ്പിക്കുന്നു. ഞാനിങ്ങനെ തൽക്കാലം ഈ സമയം പൂർത്തിയാക്കാൻ ഏകദേശം നമുക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന കുറച്ച് വിഷയങ്ങൾ സംസാരിച്ച് സംസാരത്തിൻ്റെ സമയം അവസാനിക്കുമ്പോൾ തൽക്കാലം സംസാരം അവസാനിപ്പിക്കും. ഇതല്ലാത്ത വല്ലതും ചെയ്യണമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കഴിയുന്നത്ര അനുസരിക്കാൻ ഞാൻ ശ്രമിക്കും. മൈക്ക് കൊടുക്കുക. ഞാൻ ആകത്തുക പറഞ്ഞു, ആകത്തുക ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്യാം. മൈക്ക് എടുക്കുന്ന സമയം ആയോ? നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അധ്യാപനം കൊണ്ട് എന്ത് കിട്ടണം എന്ന് ഞാൻ പറഞ്ഞു. അധ്യാപനം നടക്കുമ്പോൾ അധ്യാപകൻ വിദ്യാർത്ഥി എന്ത് അനുഭവിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നടന്നാൽ വിജയിച്ചാലുള്ള അതിൻ്റെ അടയാളവും ഞാൻ പറഞ്ഞു. ഇനി അത് വെച്ച് നമുക്ക് ചർച്ചകൾ ആരംഭിക്കാം. മർഹബൻ. നമ്മുടെ ദഅവ കോളേജുകൾ എന്ന സംവിധാനം എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന വളരെ ബേസിക്കായിട്ടുള്ളൊരു ചിന്ത ആദ്യം നമുക്ക് അതിൻ്റെ ഉത്തരം നമ്മുടെ അടുത്ത് വേണമല്ലോ. ഇപ്പോൾ ദർസി സിസ്റ്റത്തിൽ നിന്ന് ദഅവയിലേക്ക് വരുമ്പോൾ ഒരു കുട്ടിക്ക് കിട്ടേണ്ട എല്ലാം നമ്മൾ കൊടുക്കണം. ദർസകാലത്ത് ഇപ്പോൾ തസ്കിയത്ത് അടക്കമുള്ള തർബിയ എല്ലാം കൊടുക്കുന്നുണ്ട്. അത് അന്നത്തെ ഉസ്താദുമാരും എല്ലാവരും നമ്മളെ പഠിപ്പിച്ച നമ്മൾക്ക് ദഅവയിൽ കഴിഞ്ഞ് വന്നവരായിരിക്കും. പക്ഷേ ഈ പുതിയ തലമുറ മതപരമായി നല്ല ഡെവലപ്മെൻ്റ് ഉണ്ടാവലോടുകൂടെ ഈ ഭൗതിക ജീവിതത്തിൽ ഇസ്സത്തോടുകൂടെ നല്ലൊരു വാഹനത്തിൽ നല്ലൊരു സെറ്റപ്പിൽ ഇവരല്ലാത്ത ആളുകൾ ജീവിക്കുന്നത് പോലെ പണം ഉണ്ടാക്കുന്നതായിട്ടും ഒക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഉസ്താദുമാർ ഈ കുട്ടികളുടെ മുന്നിലൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളവരായി മാറുന്നൊരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ ചോദിക്കും മനസ്സുകൊണ്ട്, ഇങ്ങനെയൊക്കെ പഠിച്ച ഞങ്ങളെ മാതിരി തന്നെയല്ലേ ഞങ്ങളാവുള്ളൂ എന്ന്. അപ്പോൾ അതിനൊരു പരിഹാരമാണ്. ശരിക്കും ഞാൻ അതിന് പറയുന്നത്, ഇതിലെ ദായിറയിലെ ലീഡേഴ്സ് ഒരു നല്ല മുഹാവറക്ക് ഒരുക്കമാണോ? ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് എനിക്ക് സ്ഥിരപ്പെടുത്തി തരാൻ കഴിയും. നമ്മുടെ സ്ഥാപനത്തിൽ ഒരു 8 കൊല്ലം പഠിച്ച് പുറത്തേക്കിറക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇന്ന് ഒരു ഡോക്ടർ
അല്ലെങ്കിൽ ഒരു എൻജിനീയർ അല്ലെങ്കിൽ ഒരു വക്കീൽ അവർ നേടുന്നതിനേക്കാൾ ഭൗതികമായ